വിവാദ വ്യവസായി ബി.ആർ. ഷെട്ടിയെ ആദരിച്ച് ദുബായിൽ ബി.ജെ.പി. അനുകൂല പ്രവാസി സംഘടനയുടെ സ്വാതന്ത്ര്യദിനാഘോഷം. ബി.ജെ.പിയുടെ തമിഴ്നാട് വൈസ് പ്രസിഡന്റ് കെ. അണ്ണാമലയായിരുന്നു പരിപാടിയിൽ മുഖ്യാതിഥി. കഴിഞ്ഞ ദിവസം ദുബായ് ഷെയ്ഖ് റാഷിദ് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിലാണ് ബി.ജെ.പി. അനുകൂല പ്രവാസി കൂട്ടായ്മയായ ഇന്ത്യൻ പീപ്പിൾസ് ഫോറം വിവാദ വ്യവസായി ബി.ആർ. ഷെട്ടിയെ ആദരിച്ചത്. സാമ്പത്തിക തിരിമറികളുടെ പേരിൽ നിയമ നടപടി നേരിടുന്ന വ്യവസായിയാണ് ഇദ്ദേഹം. വിവിധ ഇന്ത്യൻ ബാങ്കുകളുമായി സാമ്പത്തിക കേസുകൾ തുടരുന്നതിനിടെയാണ് ഇന്ത്യയുടെ അഭിമാനമെന്ന് പരിചയപ്പെടുത്തി ഇദ്ദേഹത്തെ സ്വാതന്ത്ര്യദിനത്തിൽ ആദരിച്ചത്. Our special guest today, जिनको देख के हम बड़े हुए, जिनको देख के हमने प्राउड करना सीखा कि एक इंडियन यूएई में आके किस तरीके से दहाड़ सकता है और क्या पोजीशन पा सकता है, एक वो शख्स जो सारे इंडियंस के आइडियल बने, नन अदर देन श्री बी.आर. शेट्टी. ഉടുപ്പി മുനിസിപ്പാലിറ്റിയിൽ ജനസംഘത്തിന്റെ പഴയ കൗൺസിലറായിരുന്നു ബി.ആർ. ഷെട്ടിയെന്ന് മുഖ്യാതിഥിയായ തമിഴ്നാട് വൈസ് പ്രസിഡന്റ് കെ. അണ്ണാമലൈ പരിചയപ്പെടുത്തി. Another inspiring person for me is Dr. B.R. Shetty. I know him for the last 10-12 years. I started my career in his hometown as assistant superintendent of police long time back, 2011, which is 14 years before. I always watch with interest somebody who came to UAE with nothing, 10 rupees in his pocket. In the Udupi Municipality Council in the 1970s, he was a public representative. Many of them might not know. He was a municipal member. In the Janasangh party, he was a municipal member in 1975, if I remember, 74-75, just before the emergency. പ്രവാസികൾ അവധിക്കാലം ചെലവിടാൻ യൂറോപ്യൻ നഗരങ്ങൾക്ക് പകരം ഇന്ത്യൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് വരണമെന്നും വിവിധ ഭാഷകളിലെ സാഹിത്യം പഠിക്കാൻ തയ്യാറാവണമെന്നും അണ്ണാമലൈ പറഞ്ഞു. Since you are positioned in Dubai, instead of trying to take a holiday into Europe, always try to take a holiday back into our Bharat. Instead of an European holiday, nothing wrong, all the great cities should be seen. But India is just waiting with 173 airports that is built, especially 100 airports built in the last 12 years. Beautiful roads waiting for you. India is waiting for you. India that is fast developing with all its infra is waiting for you. IPF പ്രസിഡന്റ് ജിതേന്ദ്ര വൈദ്യ, B&W ഡെവലപ്മെന്റ് സ്ഥാപകൻ അങ്കുർ അഗർവാൾ, ഫോർച്യൂൺ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽ സ്ഥാപകൻ പ്രവീൺ ഷെട്ടി, IPF യുവ കൺവീനർ നവീൻ ഭരദ്വാജ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങൾ കോർത്തിണക്കി സംഗീത നൃത്ത പരിപാടികളും അരങ്ങേറി. മീഡിയ 1 ദുബായ്. വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം വിഷയത്തിൽ സൗദിയിലെ മുഴുവൻ സ്കൂളുകൾക്കും മുന്നറിയിപ്പുമായി കോമ്പറ്റീഷൻ അതോറിറ്റി. ഒരു സ്ഥാപനത്തിൽ നിന്ന് തന്നെ യൂണിഫോം വാങ്ങിക്കാൻ രക്ഷിതാക്കളോട് ആവശ്യപ്പെടരുതെന്നാണ് ഉത്തരവ്. വിപണിയിൽ കുത്തക അനുവദിക്കില്ലെന്നും ചട്ടം ലംഘിച്ചതായി കണ്ടാൽ പരാതിപ്പെടാമെന്നും അതോറിറ്റി അറിയിച്ചു. നിങ്ങളുടെ യൂണിഫോം നിങ്ങളുടെ അവകാശം എന്ന പേരിലാണ് സൗദി കോമ്പറ്റീഷൻ അതോറിറ്റിയുടെ ക്യാമ്പയിൻ. സംഗതിയുടെ ചുരുക്കം ഇതാണ്: സൗദിയിലെ വിദ്യാലയങ്ങൾ അഡ്മിഷൻ സമയത്ത് യൂണിഫോം സംബന്ധിച്ച് പ്രത്യേക നിർദ്ദേശം നൽകാറുണ്ട്. നിശ്ചിത കടയിലായിരിക്കും സ്കൂളിലേക്കുള്ള യൂണിഫോം ലഭ്യമാകുക എന്നതാണ് ഇതിന്റെ ചുരുക്കം. ഇത് നിയമവിരുദ്ധമാണെന്നാണ് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ഏതെങ്കിലും സ്ഥാപനത്തിന് മാത്രമായി യൂണിഫോം നൽകാനുള്ള അവകാശം കൈമാറരുത്. രാജ്യത്തെ ഏത് സ്ഥാപനത്തിനും ഏത് യൂണിഫോം നൽകുവാനുള്ള അധികാരമുണ്ട്. ഈ രംഗത്തെ കുത്തക ഒഴിവാക്കാൻ പുതിയ ചട്ടങ്ങളും ഉത്തരവിൽ പറയുന്നു. സ്കൂൾ യൂണിഫോമിന്റെ വിലയോ കുറഞ്ഞ വിലയോ സ്കൂളുകൾ നിശ്ചയിക്കരുത്. വിപണിയിലെ ഡിമാൻഡ് സപ്ലൈ അനുസരിച്ച് വില സ്വതന്ത്രമായിരിക്കണം. കുറഞ്ഞ സ്ഥലത്ത് നിന്ന് രക്ഷിതാവിന് ഇവ വാങ്ങാൻ കഴിയണം. യൂണിഫോമിന്റെ ഡിസൈൻ, നിറം, പാറ്റേൺ എന്നിവ സങ്കീർണമാകരുത്. ഒന്നിലധികം വിതരണക്കാരിൽ നിന്ന് ലഭ്യമാകുന്ന രീതിയിൽ ലളിതമായിരിക്കണം. ഇതിൽ പരാതിയുണ്ടെങ്കിൽ രക്ഷിതാക്കൾക്ക് അതോറിറ്റിയെ അറിയിക്കാം. കൃത്രിമ ഡിമാൻഡ് സൃഷ്ടിച്ച് വില വർദ്ധിപ്പിക്കൽ, ക്വാളിറ്റിയില്ലാത്ത വസ്ത്രം നൽകൽ എന്നിവയും നിയമവിരുദ്ധമാണ്. സ്കൂൾ വർഷം തുടങ്ങുന്നതിന് 90 ദിവസം മുൻപ് യൂണിഫോമിന്റെ വിശദാംശങ്ങൾ സ്കൂളുകൾ പ്രഖ്യാപിച്ചിരിക്കണം. സ്കൂൾ ലോഗോ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുകയും വേണം. അത് രക്ഷിതാക്കൾക്ക് ആവശ്യമെങ്കിൽ യൂണിഫോമിൽ തുന്നിച്ചേർക്കാം. ചട്ടങ്ങൾ സൗദിയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാധകമാണ്. നിയമലംഘന പരാതികൾ 800-244-1222 എന്ന നമ്പറിൽ വിളിച്ചോ gac.gov.sa എന്ന വെബ്സൈറ്റ് വഴിയോ നൽകാം. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ജുമാ സമയത്ത് സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഖത്തർ.
നിയമം ലംഘിക്കുന്നവർ പിഴ ഒടുക്കേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. പ്രാർത്ഥനയ്ക്കായി 1.5 മണിക്കൂർ വാണിജ്യ സ്ഥാപനങ്ങൾ അടച്ചിടണമെന്നാണ് നിർദ്ദേശം. ഔദ്യോഗിക വിജ്ഞാപനത്തിന് പിന്നാലെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ പങ്കുവച്ച വീഡിയോയിലാണ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്ന് വാണിജ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടത്. ചെറിയ സമയത്തേക്കു മാത്രമാണ് സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടതെന്നും അത് കച്ചവടത്തെ പ്രതികൂലമായി ഒരു തരത്തിലും ബാധിക്കില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 2025 വർഷത്തിലെ 80-ാം നമ്പർ പ്രമേയപ്രകാരമാണ് വാണിജ്യ വ്യവസായ പൊതുസ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവന്നതെന്ന് വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലെ കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ മേധാവി സെയ്ഫ് അലി അൽ അത്തുബ പറഞ്ഞു. ഇസ്ലാമിക മൂല്യങ്ങൾ പരിഗണിച്ചാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിയമം നടപ്പാക്കുന്നുണ്ടോ എന്നതിൽ പരിശോധനയുണ്ടാകും. ലംഘിക്കുന്നവർക്ക് 2025-ലെ 5-ാം നമ്പർ നിയമത്തിലെ വകുപ്പ് 27 പ്രകാരം 10,000 റിയാലിൽ കൂടാത്ത പിഴ ചുമത്തുമെന്നും കൂട്ടിച്ചേർത്തു. ഹോട്ടലുകൾ, ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ബേക്കറികൾ തുടങ്ങിയ 12 സേവനങ്ങൾ ഒഴികെയുള്ള സ്ഥാപനങ്ങളാണ് ജുമ സമയത്ത് അടച്ചിടേണ്ടത്. അടുത്ത വെള്ളിയാഴ്ച മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും. ജുമയുടെ 1ാമത്തെ ബാങ്ക് മുതൽ 1.5 മണിക്കൂറാണ് സ്ഥാപനങ്ങൾക്ക് പ്രവർത്തന നിയന്ത്രണം ഏർപ്പെടുത്തിയത്. മീഡിയ 1, ദോഹ. മക്ക മദീന ഹറമുകളിൽ റമദാനിലെ ഇഫ്താർ ഭക്ഷണ വിതരണങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഭക്ഷണ വിതരണത്തിന് അനുമതി പത്രം നിർബന്ധമാണ്. ഇസ്തിദ്ലാ പ്ലാറ്റ്ഫോം വഴിയാണ് ഗൈഡ് ലൈൻ പ്രസിദ്ധീകരിച്ചത്. ഇരു ഹറമുകളിലും റമദാനിൽ ഇഫ്താർ വിതരണത്തിന് അനുമതി പത്രം നേരത്തെ നിർബന്ധമാക്കിയിരുന്നു. അനുമതി ലഭിക്കുന്നതിന് പ്രത്യേക മാനദണ്ഡം പാലിക്കണം. ഭക്ഷണ വിതരണം നടത്തുന്നവർക്കുള്ള വിശദമായ നിർദ്ദേശങ്ങളാണ് ഇരുഹറം കാര്യവിഭാഗം പുറത്തിറക്കിയത്. ഭക്ഷണം ഗുണമേന്മയോടെ എത്തിക്കാനും ശുചിത്വ സുരക്ഷാ മാർഗങ്ങൾ പാലിക്കാനുമാണ് മാനദണ്ഡങ്ങൾ. അംഗീകൃത സംഘടനകൾക്ക് മാത്രമായിരിക്കും അനുമതി ലഭിക്കുക. വ്യാപാര രജിസ്ട്രേഷൻ, ഔദ്യോഗിക അഭ്യർത്ഥനാ കത്ത്, അംഗീകൃത വിതരണ പദ്ധതി എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. അപേക്ഷ ലഭിച്ച് 10 ദിവസത്തിനകം അതോറിറ്റി മറുപടി നൽകും. ഹറമുകളിൽ അനുവദിച്ച സ്ഥലങ്ങളിലായിരിക്കണം ഭക്ഷണ വിതരണം. പൊതുശുചിത്വം കർശനമായി പാലിക്കണം. വിതരണം നടക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള പരസ്യ മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങളും അനുവദിക്കില്ല. നിയമലംഘനം കണ്ടെത്തിയാൽ ആദ്യം മുന്നറിയിപ്പ് നൽകും. ആവർത്തിച്ചാൽ അനുമതി റദ്ദാക്കുകയും ശേഷിക്കുന്ന ദിവസങ്ങളിൽ ഭക്ഷണ വിതരണത്തിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്യും. മീഡിയ 1, മക്ക. ഒരാഴ്ചക്കിടെ സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് പിടികൂടിയവരുടെ എണ്ണം 1700 കവിഞ്ഞു. പിടിയിലായവരിൽ ഭൂരിഭാഗവും എത്യോപ്യൻ പൗരന്മാരാണ്. മെഥാംഫെറ്റമിൻ മയക്കുമരുന്ന് ഗുളികകളുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ അറസ്റ്റുകളും. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് നിയമം കർശനമാക്കിയിരിക്കുകയാണ്. കടുത്ത പരിശോധനകളാണ് നാടെങ്ങും. കഴിഞ്ഞ ആഴ്ച മാത്രം വിവിധ മയക്കുമരുന്ന് കേസുകളിൽ അകത്തായവരുടെ എണ്ണം 1708 കവിഞ്ഞു. ഏറ്റവും കൂടുതൽ പിടിയിലായത് എത്യോപ്യൻ പൗരന്മാരാണ്. 995 എത്യോപ്യക്കാരാണ് പിടിയിലായത്. തൊട്ടുപിറകിൽ യമനാണ്. വലയിൽ വീണത് 695 യമനി പൗരന്മാരാണ്. എറിത്രിയ, സൊമാലിയ, സുഡാൻ സ്വദേശികളും പിടിയിലായിട്ടുണ്ട്. പിടിവീണ സൗദി സ്വദേശികൾ 15 ആണ്. 3,50,644 ആംഫെറ്റമിൻ ഗുളികകൾ, 15,26,629 നിരോധിത മരുന്നുകൾ, 2.6 ടൺ ഹാഷിഷ്, 144 ടൺ കാത്ത് തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. തബൂക്ക്, ജീസാൻ, അസീർ, നജ്റാൻ തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. ബോർഡർ ഗാർഡ്, ആഭ്യന്തര മന്ത്രാലയം തുടങ്ങിയവയാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈറ്റിൽ ഞായറാഴ്ച പൂർണ്ണ ചന്ദ്രഗ്രഹണം ദൃശ്യമാകും. ഷെയ്ഖ് അബ്ദുള്ള അൽ സാലിം കൾച്ചറൽ സെന്ററിന്റെ കണക്കുകൾ പ്രകാരം വൈകുന്നേരം 6:28 ഗ്രഹണം ആരംഭിച്ച് രാത്രി 11:55 അവസാനിക്കും. 11:09 ഗ്രഹണം ഉച്ചസ്ഥായിയിലെത്തും. ഗൾഫ് മേഖലയോടൊപ്പം യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിലും ഈ അപൂർവ പ്രതിഭാസം കാണാൻ സാധിക്കും. കുവൈറ്റിൽ സഹൽ ആപ്പ് അടക്കമുള്ള പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ സേവനങ്ങൾ 3 ദിവസം തടസ്സപ്പെടും. നാളെ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിലാണ് ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാകാതിരിക്കുക. അപ്ഡേഷനുകൾ നടത്തുന്നതിനായാണ് താൽക്കാലികമായി സേവനം തടസ്സപ്പെടുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റ് ഉൾപ്പെടെ സഹൽ ആപ്പിലെ എല്ലാ സേവനങ്ങളും ഈ ദിവസങ്ങളിൽ താൽക്കാലികമായി പ്രവർത്തിക്കില്ലെന്ന് പാസി അറിയിച്ചു. കുവൈറ്റിലെ വേഗമേറിയ പേയ്മെന്റ് സംവിധാനമായ വാംഡ് സേവനത്തിന്റെ ദുരുപയോഗത്തിനെതിരെ കർശന നടപടിയുമായി സെൻട്രൽ ബാങ്ക്. ദൈനംദിന ട്രാൻസ്ഫർ പരിധി മറികടക്കാൻ
ഉപഭോക്താക്കൾ സേവനം റദ്ദാക്കി മൊബൈൽ ബാങ്കിങ്ങിൽ വീണ്ടും രജിസ്റ്റർ ചെയ്തതായും കണ്ടെത്തിയിരുന്നു. ഇതിനെതിരെ നിയന്ത്രണം ശക്തമാക്കാൻ ബാങ്കുകൾക്ക് സെൻട്രൽ ബാങ്ക് പുതിയ സർക്കുലർ പുറത്തിറക്കി. നിലവിൽ മാസത്തിൽ പരമാവധി 20,000 ദിനാർ വരെ മാത്രമാണ് അനുവദനീയം. വിനോദസഞ്ചാരത്തിനെത്തിയ സൗദി എഴുത്തുകാരനും കവിയുമായ സൗദ് ബിൻ മഹദി ഒമാനിൽ മരിച്ചു. ഒമാനിലെ ദോഫാറിലെ മല കയറുന്നതിനിടെയുണ്ടായ അപകടത്തിലാണ് അന്ത്യം. കാൽ വഴുതി മലയിൽ നിന്നും വീഴുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. ദോഫാർ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. കുവൈറ്റിൽ തൊഴിൽ നിയമം കർശനമായി നടപ്പിലാക്കും. തൊഴിൽ ദാതാക്കളുടെ ഫയലുകൾ സൂക്ഷ്മമായി പരിശോധിച്ച് നിയമലംഘകരെ റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് റഫർ ചെയ്യുമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അറിയിച്ചു. മുതലയിൽ നടത്തിയ പരിശോധനാ ക്യാമ്പയിനിൽ തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ചതിന് 168 തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു. ഇവരിൽ 130 പേർ ഗാർഹിക തൊഴിലാളികളും 38 പേർ സ്വകാര്യ മേഖലയിലെ നിയമവിരുദ്ധ തൊഴിലാളികളുമാണ്. കുവൈറ്റിൽ പൊതുസ്ഥലത്ത് ഭക്ഷണമോ മാലിന്യമോ വലിച്ചെറിയുന്നത് ഇനി കർശനമായി നിരീക്ഷിക്കും. ഇത്തരം പ്രവർത്തനങ്ങൾ നിയമലംഘനമാണെന്നും പിടിയിലാകുന്നവർക്ക് 500 ദിനാർ വരെ പിഴ ചുമത്തുമെന്നും പരിസ്ഥിതി മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. പക്ഷികൾക്കും മൃഗങ്ങൾക്കും പൊതുസ്ഥലത്ത് ഭക്ഷണം നൽകുന്നതും വിലക്കിയിട്ടുണ്ട്. പൊതുശുചിത്വവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കാൻ എല്ലാവരും നിയമം പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കിഴക്കൻ സൗദിയിലെ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് സമുദ്ര ഗതാഗതത്തിന് തുടക്കം കുറിക്കുന്നു. പദ്ധതിയുടെ പ്രവർത്തനങ്ങളും റൂട്ടുകളും നിർണ്ണയിക്കുന്നതിന് പ്രവിശ്യ ഗവർണറേറ്റ് നടപടികൾ ആരംഭിച്ചു. ദമാം, അൽഖോബാർ, ജുബൈൽ നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് യാത്രയൊരുക്കുക. വിപുലമായ സമുദ്ര ഗതാഗത പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങി കിഴക്കൻ സൗദി. പ്രവിശ്യയിലെ വിവിധ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിരിക്കും പദ്ധതി. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ദമാമിൽ തുടക്കമായി. ഗതാഗത റൂട്ടുകളും സ്റ്റേഷനുകളും തുടർ പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുന്നതിന് പ്രവിശ്യ ഗവർണറേറ്റിന് കീഴിൽ യോഗം ചേർന്നു. ദമാം, ജുബൈൽ, അൽഖോബാർ, ദരീൻ, റാസ്തന്നൂറ എന്നിവിടങ്ങളിലാണ് പ്രധാന സ്റ്റേഷനുകൾ. പുനരുപയോഗ ഊർജ്ജ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രീതിയിലാണ് സ്റ്റേഷനുകൾ സംവിധാനിക്കുക. ആഡംബര യാത്രാ ബോട്ടുകളാണ് യാത്രക്കായി ഉപയോഗിക്കുക. പദ്ധതി വിനോദസഞ്ചാര മേഖലയുടെയും പ്രവിശ്യയുടെയും വളർച്ചയിലും വികസനത്തിലും നാഴികക്കല്ലായി മാറുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം. സൗദിയിൽ മാർക്ക് ആൻഡ് സേവ് ഫുഡ് ഫെസ്റ്റിവലിന് നാളെ തുടക്കമാകും. 10 ദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കും ഫെസ്റ്റ്. ലൈവ് കുക്കിംഗ്, വിവിധ മത്സരങ്ങൾ തുടങ്ങിയവ ആഘോഷങ്ങളുടെ ഭാഗമാകും. റിയാദ് ഫ്ലെമിംഗോ പാർക്കിലെ മാർക്ക് ആൻഡ് സേലിലാണ് ആഘോഷങ്ങൾ. റിയാദിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഫുഡ് ഫെസ്റ്റിവലിന്റെ പ്രഖ്യാപനം. നാളെ മുതലാണ് മാർക്ക് ആൻഡ് സേവ് ഫുഡ് ഫെസ്റ്റിവലിന് തുടക്കമാകുക. ഈ മാസം 30 വരെ ആഘോഷങ്ങൾ തുടരും. രുചിയും വിനോദവും സമന്വയിപ്പിച്ച് ഉപഭോക്താക്കൾക്ക് വേറിട്ട അനുഭവം നൽകുകയാണ് ലക്ഷ്യം. അറബിക് ട്രഡീഷണൽ ഫുഡ്, ലൈവ് കുക്കിംഗ്, വിവിധ മത്സരങ്ങൾ, കുടുംബ സൗഹൃദ വിനോദങ്ങൾ തുടങ്ങി നിരവധി പരിപാടികൾ ഫെസ്റ്റിന്റെ ഭാഗമാകും. മാർക്കറ്റ് സേവിൻ്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഒരു ഫുഡ് ഫെസ്റ്റിവൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുള്ളത്. ഇത് 2 ഫേസായിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 10 ഡേയ്സും ഒരു സെക്കൻഡ് 10 ഡേയ്സും. ടോട്ടൽ 20 ഡേയ്സാണ് നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്യുന്നുള്ളത്. ഇതിൽ നമ്മൾ എല്ലാ വേൾഡ് കുസിൻസ് നമ്മൾ ഇതിലുണ്ടാവും. അറബിക് ഫ്ലേവേഴ്സ് ഉണ്ടാവും. കോണ്ടിനെൻ്റൽ ആണെങ്കിലും ചൈനീസ് ആണെങ്കിലും എല്ലാം നമ്മൾ കസ്റ്റമറിന് ടേസ്റ്റ് ചെയ്യിക്കും, എക്സ്പീരിയൻസ് ചെയ്യിക്കും. 70-ലധികം പേർക്ക് ഇരിക്കാവുന്ന പുതിയ ഫുഡ് കോർട്ടും സജ്ജീകരിച്ചിട്ടുണ്ട്. 50% വരെ വിലക്കുറവിൽ ഹോട്ട് ഫുഡ് ഐറ്റങ്ങൾ, അറബിക് സ്നാക്കുകൾ, ബേക്കറി വിഭവങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ബൈയിങ് ഹെഡ് അഷ്റഫ് പുതുപ്പള്ളി, അഷ്റഫ് തലപ്പാടി, സൗദി ഓപ്പറേഷൻ ഹെഡ് അനീസ് കക്കാട്ട്, മാർക്ക് ആൻഡ് സേവ് മാനേജ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1, റിയാദ്. സൗദിയിലെ ജുബൈലിൽ കോട്ടയം സ്വദേശി മരിച്ചു. കറുകച്ചാൽ സ്വദേശി ത്രേസ്യാമ്മ ആന്റണിയാണ് മരിച്ചത്. മക്കളുടെ അടുത്തേക്ക് സന്ദർശക വിസയിലെത്തിയതായിരുന്നു. ശ്വാസതടസ്സവും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോയി. പ്രവാസി വെൽഫെയർ ജുബൈൽ ജനസേവന വിഭാഗം കൺവീനർ സലീം ആലപ്പുഴ നിയമ നടപടികൾക്ക് നേതൃത്വം നൽകി. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഇൻകാസ് ദുബായ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജദാഫിലെ ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ സ്റ്റേറ്റ് പ്രസിഡന്റ് റഫീഖ് മട്ടന്നൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ യുവസംരംഭകൻ റാഷിദ് അഷ്റഫ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. 100 കണക്കിന് രക്തദാതാക്കൾ പങ്കാളികളായി. ഇൻകാസ് നേതാക്കളായ ബാലൻ പവിത്രൻ, ബാലകൃഷ്ണൻ അല്ലിപ്ര, ഷൈജു അമ്മാനപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു.
സൗദിയിലെ റിയാദിൽ കോട്ടയ്ക്കൽ മണ്ഡലം KMCC ക്യാമ്പയിനിന്റെ ഭാഗമായി സ്നേഹസംഗമവും ഇഷൽ നൈറ്റും സംഘടിപ്പിച്ചു. സംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാകായിക മത്സരങ്ങൾ അരങ്ങേറി. ചടങ്ങിന്റെ ഉദ്ഘാടനം ഷുഹൈബ് പനങ്ങാങ്ങര നിർവഹിച്ചു. ബഷീർ മുല്ലപ്പള്ളിയായിരുന്നു അധ്യക്ഷൻ. നാഷണൽ ജില്ലാ ഭാരവാഹികൾ ചടങ്ങിൽ ആശംസയറിയിച്ചു. സൗദി അറേബ്യ ജനന മരണ സർട്ടിഫിക്കറ്റുകളുടെ പുതിയ പതിപ്പ് പുറത്തിറക്കി. അറബിക്കിന് പുറമെ ഇംഗ്ലീഷിലും വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ പതിപ്പിൽ ഡാറ്റ QR കോഡും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സിവിൽ സ്റ്റാറ്റസ് ഏജൻസിയാണ് പുതിയ പതിപ്പ് തയ്യാറാക്കിയത്. ജനന മരണ സർട്ടിഫിക്കറ്റുകൾ സൗദിയിൽ ഇനി കൂടുതൽ സ്മാർട്ടാകും. രാജ്യത്ത് ജനന മരണ സർട്ടിഫിക്കറ്റുകളുടെ പരിഷ്കരിച്ച പതിപ്പ് പുറത്തിറക്കി. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സിവിൽ സ്റ്റാറ്റസ് ഏജൻസിയാണ് പുതിയ പതിപ്പുകൾ പുറത്തിറക്കിയത്. നിലവിലെ സർട്ടിഫിക്കറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി അറബിക് ഭാഷയ്ക്ക് പുറമെ ഇംഗ്ലീഷിലും വിവരങ്ങൾ ചേർത്താണ് പുതിയ സർട്ടിഫിക്കറ്റുകൾ അനുവദിക്കുക. ഒപ്പം ഡിജിറ്റൽ വിവരങ്ങൾ അടങ്ങുന്ന QR കോഡും സർട്ടിഫിക്കറ്റുകളിൽ ഉൾപ്പെടുത്തും. വ്യക്തിഗത പ്ലാറ്റ്ഫോമായ അബിഷിർ സിസ്റ്റം വഴി ഇവ പരിശോധിക്കുവാനും പ്രിന്റ് ചെയ്യാൻ അനുമതി നൽകാവുന്നതുമാണ്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും അച്ചടി സുരക്ഷയും ഉയർന്ന നിലവാരവും ഉൾപ്പെടുത്തിയാണ് സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഗുണഭോക്താക്കൾക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരവും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനും സ്മാർട്ട് ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്നതിനും ലക്ഷ്യമിട്ടാണ് പദ്ധതിയെന്ന് ഏജൻസി വ്യക്തമാക്കി. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. ദുബായിയുടെ മലയോര മേഖലയായ ഹത്തയിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി ട്രയൽ ഓപ്പറേഷൻ ആരംഭിച്ചു. ഗൾഫ് മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണിത്. 250 മെഗാവാട്ടാണ് പദ്ധതിയുടെ ഉൽപാദനശേഷി. 1500 മെഗാവാട്ട് മണിക്കൂർ സ്റ്റോറേജ് ശേഷിയും പദ്ധതിക്കുണ്ട്. ഹത്ത മേഖലയിലെ ഉപയോഗം കഴിഞ്ഞ് അധികം വരുന്ന 39 മെഗാവാട്ട് വൈദ്യുതി ദുബായിയുടെ മറ്റ് മേഖലയിലേക്ക് വിതരണം ചെയ്യാനും ഇതിൽ സംവിധാനമുണ്ട്. കുവൈറ്റിൽ ഫോക്ക് ബാലവേദിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. ഫഹാഹിൽ വേദാസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ അവന്തിക മഹേഷ് അധ്യക്ഷത വഹിച്ചു. സവിത ജിതേഷ് മുഖ്യപ്രഭാഷണം നടത്തി. എൽദോസ് ബാബു, മഹേഷ് കുമാർ, അഖില ഷാബു എന്നിവർ ആശംസയറിയിച്ചു. ചടങ്ങിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സൗദിയിലെ ഹായലിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 7 സ്റ്റാർ ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു മത്സരങ്ങൾ. പരിപാടിയുടെ ഭാഗമായി മധുര വിതരണം, സ്വാതന്ത്ര്യദിന സന്ദേശ പ്രഭാഷണം, വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. KMCC, നവോദയ തുടങ്ങിയ സംഘടനകളുടെ പ്രതിനിധികൾ ചടങ്ങിന്റെ ഭാഗമായി. മുഹസിൻ കൊടുവള്ളി, ബഷീർ മാള, ബാപ്പു, എസ്റ്റേറ്റ് മുക്ക്, ഹർഷദ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായ അബുദാബി പൊന്നാനി മണ്ഡലം KMCC ആസാദി എന്ന സംഗമം ഒരുക്കി. മലപ്പുറം ജില്ലാ KMCC പ്രസിഡന്റ് അസീസ് കളിയാടൻ ഉദ്ഘാടനം ചെയ്തു. അഹമ്മദ് അക്ബർ അധ്യക്ഷത വഹിച്ചു. മുസ്തഫ വാഫി മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യൻ നഴ്സസ് ഫെഡറേഷൻ ഓഫ് കുവൈറ്റ് ഇൻഫോക്ക് ശില്പശാല സംഘടിപ്പിച്ചു. അബ്ബാസിയ ഹെവൻസ് ഓഡിറ്റോറിയത്തിൽ 7, 8, 9 ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ശില്പശാലയിൽ 100 കണക്കിന് കുട്ടികൾ പങ്കെടുത്തു. സാംസ്കാരിക പ്രവർത്തകൻ ബാബുജി ബത്തേരി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളിൽ അറിവും നേതൃപാടവവും ആത്മവിശ്വാസവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി. ശില്പശാലയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ഇൻഫോക്ക് ഭാരവാഹികൾ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. UAEയിൽ സ്വർണത്തിലും വെള്ളിയിലും നിക്ഷേപിക്കാൻ അവസരം നൽകുന്ന മൊബൈൽ ആപ്പായ ഗോൾഡിന് ശരിയ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ഇസ്ലാമിക ധനമിടപാട് ചട്ടങ്ങൾ പാലിക്കുന്നതാണ് ഗോൾഡ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ് സർട്ടിഫിക്കറ്റ്. UAE ഇസ്ലാമിക് ബാങ്കിംഗ് ആൻഡ് എക്കണോമിക് സെന്ററാണ് ഗോൾഡിന് ശരിയ കോംപ്ലിയൻസ് സർട്ടിഫിക്കറ്റ് നൽകിയത്. ഗോൾഡിലെ നിക്ഷേപം പലിശമുക്തമാണ്. ആസ്തി അടിസ്ഥാനമാക്കിയുള്ള ലാഭം സ്വർണമായി നൽകുന്ന സംവിധാനമാണ് ഗോൾഡിന്റെ വക്കാല ഗോൾഡ് ഏണിംഗ്. സ്വർണവും വെള്ളിയും മാത്രം ഉപയോഗിച്ചുള്ള തങ്ങളുടെ ഓരോ ഇടപാടും സുതാര്യവും ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് മുക്തവുമാണെന്ന് ഗോൾഡ് അധികൃതർ പറഞ്ഞു. ശരിയ സർട്ടിഫിക്കേഷൻ വലിയൊരു ബഹുമതിയാണെന്ന് കമ്പനി സ്ഥാപകൻ ബന്ദർ അൽ ഉസ്മാൻ പറഞ്ഞു. മീഡിയ 1, ദുബായ്. അബുദാബിയിലെ സർബനിയാസ് ദ്വീപിൽ നിന്ന് പുരാതന കുരിശ് രൂപം കണ്ടെത്തി. പുരാവസ്തു ഗവേഷകർ നടത്തിയ ഉത്ഖനനത്തിലാണ് പ്ലേറ്റിൽ കുത്തിവെച്ച കുരിശ് രൂപം കണ്ടെടുത്തത്. UAEയിലെ പുരാതന ക്രൈസ്തവ പാരമ്പര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും തെളിവാണ് ഈ കണ്ടെത്തലെന്ന് വിദഗ്ധർ പറയുന്നു. ഇറാഖിലെ ചർച്ച് ഓഫ് ഈസ്റ്റുമായി ബന്ധപ്പെട്ട സന്യാസിമാർ ഉപയോഗിക്കുന്ന തരം കുരിശുരൂപമാണ് അബുദാബിയിലെ സർബനിയാസ് ദ്വീപിൽ നിന്ന് കണ്ടെത്തിയത്. ഇറാഖിന് പുറമെ കുവൈത്തിൽ നിന്നും
സമാനമായ കുരിശുരൂപങ്ങൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് അബുദാബി സാംസ്കാരിക വകുപ്പ് ചൂണ്ടിക്കാട്ടി. ക്രിസ്ത്യൻ സന്യാസിമാർ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരുന്നതാണ് ഈ കുരിശുരൂപമെന്നാണ് വിലയിരുത്തൽ. We never had concrete proof that they were actually inhabited by Christians. And this year, for the first time, we have found a Christian symbol, a cross on a 30 centimeter long stucco or plaster plaque in the house that we are at right now. So we have now proof that these houses were indeed part of a Christian settlement. 1992 അബുദാബി സർബനയാസ് ദ്വീപിൽ AD 7-8 നൂറ്റാണ്ട് വരെ പഴക്കമുണ്ടെന്ന് കരുതുന്ന മൊണാസ്ട്രിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിനുശേഷം നടത്തിയ ഉത്ഖനനങ്ങളിൽ ആശ്രമത്തോടൊപ്പം തന്നെ ഒരു പള്ളിയും ഒരു സന്യാസ സമുച്ചയവും കണ്ടെത്തി. ഇവ ക്രിസ്ത്യൻ സമൂഹം ഉപയോഗിച്ചിരുന്നത് തന്നെയാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ലഭിച്ച കുരിശുരൂപം. فإن اكتشافات ما قبل الإسلام في جزيرة سربنياس تفتح لنا نوافذ مهمة تساعدنا على فهم طبيعة الحياة والعلاقات التي كانت تجمع بين سكان هذه الجزيرة. ഇസ്ലാമിന് മുമ്പുള്ള UAEയുടെ ചരിത്രത്തിലേക്കും മേഖലയിൽ നിലനിന്നിരുന്ന സഹവർത്തിത്വത്തിലേക്കും വെളിച്ചം വീശുന്നതാണ് കണ്ടെത്തലെന്ന് ആർക്കിയോളജിക്കൽ വിദഗ്ധർ പറഞ്ഞു. മീഡിയ 1 അബുദാബി. വിദേശ രാഷ്ട്രങ്ങളുമായുള്ള ഖത്തറിന്റെ വ്യാപാരത്തിൽ കുതിപ്പ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം 476 ബില്യൺ റിയാൽ മൂല്യമുള്ള ഇടപാടുകളാണ് നടന്നത്. ഏഷ്യൻ രാഷ്ട്രങ്ങളാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികൾ. നാഷണൽ പ്ലാനിംഗ് കൗൺസിലാണ് കയറ്റുമതി ഇറക്കുമതി വ്യാപാരങ്ങളെ കുറിച്ചുള്ള ഏറ്റവും പുതിയ കണക്കുകൾ പങ്കുവച്ചത്. ഇതുപ്രകാരം 2024 വർഷത്തിൽ വിദേശ രാഷ്ട്രങ്ങളുമായി 476.28 ബില്യൺ ഖത്തർ റിയാൽ മൂല്യമുള്ള വ്യാപാരമാണ് നടന്നത്. മുൻവർഷം ഇത് 470.22 ബില്യൺ റിയാൽ ആയിരുന്നു. രേഖപ്പെടുത്തിയത് 1.3% വർധന. ഏഷ്യൻ രാഷ്ട്രങ്ങളും യൂറോപ്യൻ യൂണിയനുമാണ് രാജ്യത്തിന്റെ പ്രധാന വ്യാപാര പങ്കാളികൾ. ഏഷ്യൻ രാഷ്ട്രങ്ങളുമായി 319 ബില്യൺ റിയാലിന്റെ ഇടപാടുകളാണ് നടന്നത്. രാജ്യത്തിന്റെ ആകെ കയറ്റുമതിയുടെ 77% നടന്നത് ഏഷ്യയിലേക്കാണ്. 267 ബില്യൺ റിയാൽ. 52 ബില്യൺ റിയാലാണ് ഏഷ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി. ഏഷ്യയുമായുള്ള ട്രേഡ് സർപ്ലസ് 214 ബില്യൺ റിയാൽ. അതേസമയം യൂറോപ്യൻ രാഷ്ട്രങ്ങളുമായി വ്യാപാര കമ്മിയാണ് രാജ്യത്തിനുള്ളത്. ആകെ നടന്നത് 60 ബില്യൺ റിയാൽ മൂല്യമുള്ള ഇടപാടുകൾ. ഇവിടേക്കുള്ള കയറ്റുമതി 27.9 ബില്യൺ റിയാലാണ്. ഇറക്കുമതി 32.9 ബില്യൺ റിയാലും. ഖത്തറിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ആകെ ചരക്കുകളുടെ 25% യൂറോപ്യൻ യൂണിയനിൽ നിന്നാണ്. വ്യാപാരത്തിൽ GCC രാഷ്ട്രങ്ങളാണ് 3ാം സ്ഥാനത്തുള്ളത്. അമേരിക്ക 4ാമതും. 52 ബില്യൺ റിയാലാണ് ഗൾഫ് രാഷ്ട്രങ്ങളുമായുള്ള ഖത്തറിന്റെ വ്യാപാരം. US-മായി 22.3 ബില്യൺ റിയാൽ മൂല്യമുള്ള ഇടപാടുകളും നടന്നു. മീഡിയ 1 ദോഹ. കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ യൂത്ത് വിംഗ് രൂപീകരിച്ചു. കെ ബഷീർ അധ്യക്ഷത വഹിച്ചു. MP അബ്ദുസലാം പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. യുവത്വത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ച് നവാസ് ഖാത്തറി മൾട്ടിമീഡിയ പ്രസന്റേഷൻ നടത്തി. 13-അംഗ അഡ്ഹോക് കമ്മിറ്റിയും 28 എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. BM ഇഖ്ബാൽ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഏകദിന നാടകക്കളരി സംഘടിപ്പിച്ചു. സൽമാനിയയിലെ പ്രതിഭ സെന്ററിൽ നടന്ന ക്യാമ്പ് പ്രതിഭ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാഴ ഉദ്ഘാടനം ചെയ്തു. ലിജിത് പുന്നശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ NK വീരമണി, മനോജ് എടപ്പാൾ, നാടകവേദി കൺവീനർ NK അശോകൻ എന്നിവർ സംസാരിച്ചു. കനത്ത ചൂട് തുടരുന്നതിനിടെ സൗദിയിൽ ഈന്തപ്പഴ വിളവെടുപ്പും സജീവമായി. അൽഖസീം പ്രവിശ്യയിലെ ബുറൈദയിൽ ആരംഭിച്ച ഈന്തപ്പഴ ചന്തയിൽ റെക്കോർഡ് വിൽപ്പനയാണ് തുടരുന്നത്. സൗദിക്കകത്തും പുറത്തുനിന്നുമായി ആയിരങ്ങളാണ് വിലക്കുറവിൽ പഴം വാങ്ങാൻ ഇവിടെ എത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഈന്തപ്പഴ ചന്തയാണിത്. സൗദിയിലെ ബുറൈദയിലാണ് ഈ മാർക്കറ്റ്. 15 ദിവസം മുമ്പ് ആരംഭിച്ച സജീവ വിളവെടുപ്പോടെയായിരുന്നു തുടക്കം. ഇതുവരെ ഏകദേശം 226 കോടി രൂപയുടേതാണ് വിൽപ്പന. സെപ്റ്റംബർ 9 വരെ ഇത് തുടരും. ഉത്സവത്തിൽ ഈന്തപ്പഴ ലേലം, പ്രദർശനങ്ങൾ എന്നിവയ്ക്ക് പുറമെ സാംസ്കാരിക പരിപാടികളുമുണ്ട്. പുലർച്ചെ 4 മണിയോടെ കച്ചവടം സജീവമാകും. നേരം പുലർന്ന് സൂര്യൻ ഉയരുന്നതോടെ അവസാനിക്കുന്നതാണ് രീതി. 3.5 കിലോയുടെ ബോക്സ് ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ 20 റിയാൽ മുതൽ 2000 റിയാൽ വരെ എത്തും. എങ്കിലും ഒന്നുറപ്പാണ്, ഇത്ര വിലക്കുറവിൽ ക്വാളിറ്റിയുള്ള ഈന്തപ്പഴം കിട്ടാൻ സൗദിയിൽ ഇവിടെ തന്നെ വരണം.
സുക്കരി എന്ന തേനൂറും ഈന്തപ്പഴമാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇവക്ക് പുറമെ വിവിധ ഇനങ്ങളും ലഭിക്കും. വൈകിയെത്തി ചന്തയിൽ നിന്ന് ലഭിച്ചില്ലെങ്കിലും നഷ്ടമാകില്ല. മാർക്കറ്റിന് ചുറ്റുമുള്ള കടകളിലും ഈന്തപ്പഴവും അതുപയോഗിച്ചുള്ള വിഭവങ്ങളും ആവോളമുണ്ട്. ഒന്ന് വാങ്ങി ഫ്രീസറിൽ സൂക്ഷിച്ചാൽ 6 മാസം അകലെയുള്ള റമദാൻ വരെ ഉപയോഗപ്പെടുത്താം. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, ബുറൈദ. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, ഇന്ത്യയെ വീണ്ടെടുക്കാം എന്ന സന്ദേശവുമായി ബഹ്റൈനിൽ SKSS-FIN-ന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ചത്തുരമൊരുക്കി. വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും പരിപാടിയിൽ ഭാഗമായി. മതേതരത്വം ഇന്ത്യയുടെ മതം എന്ന പ്രമേയത്തിൽ SKSSF ബഹ്റൈൻ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ചത്തുരത്തിൽ SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂനപക്ഷങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും അരികുവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഫാഷിസ്റ്റ് ഗൂഢനീക്കങ്ങളെ ചെറുത്തുതോൽപ്പിക്കണമെന്നും മതേതര ശക്തികൾ ഭിന്നതകൾ മറന്നൊന്നിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ബഹ്റൈനിലെ വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്ത പരിപാടിയിൽ റവറന്റ് ഫാദർ അനൂപ് സാം മുഖ്യാതിഥിയായി. സജീർ പന്തക്കൽ സദസ്സിന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ദേശീയോദ്ഗ്രഥന ഗാനാലാപനവും നടന്നു. അബ്ദുൽ മജീദ് ചോരക്കോട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രവാസി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മീഡിയ 1, ബഹ്റൈൻ. ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ റോബ്ലോക്സ് ബഹ്റൈനിൽ നിരോധിക്കണമെന്ന നിർദ്ദേശവുമായി പാർലമെന്റ് അംഗം ഹമദ് അൽദോയ്. കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് MP നിരോധനം ആവശ്യപ്പെട്ടത്. ഖത്തറും ഒമാനും റോബ്ലോക്സ് നിരോധിച്ചതിന് പിന്നാലെയാണ് ബഹ്റൈനിലും സമാനമായ ആവശ്യമുയരുന്നത്. വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ചുവെന്നും നിരോധന നടപടി ആവശ്യപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. ബഹ്റൈനിൽ ആവശ്യമായ ലൈസൻസ് ഇല്ലാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിയതിന് 6 പേർക്കെതിരെ കോടതി പിഴ ശിക്ഷ വിധിച്ചു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. 6 പേർക്കും 1000 മുതൽ 2000 ദിനാർ വരെ പിഴ ചുമത്തി. ബഹ്റൈനിലെ വിവിധ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് 6 കേന്ദ്രങ്ങൾ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയത്. ഉടമകളിൽ ഒരാളെ വിചാരണ തടങ്കലിൽ വയ്ക്കാനും ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും കോടതി വിധിച്ചു. പത്തനംതിട്ട കുളനട സ്വദേശി വിജയകുമാരൻ ഗംഗാധരൻ ബഹ്റൈനിൽ നിര്യാതനായി. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് സൽമാനിയ ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ബഹ്റൈനിൽ കഴിഞ്ഞ 25 വർഷത്തിലധികമായി പ്ലംബിംഗ് ജോലിക്കാരനായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ സാമൂഹ്യ പ്രവർത്തകരുടെ മേൽനോട്ടത്തിൽ പുരോഗമിക്കുന്നു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റൈൻ ചാപ്റ്റർ പ്രാണ ആയുർവേദിക് സെന്ററുമായി സഹകരിച്ച് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെയർമാൻ KT സലീമിന്റെ അധ്യക്ഷതയിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ബാബു രാമചന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സൗദി സൂപ്പർ കപ്പ് ആദ്യ സെമിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ FCക്ക് ജയം. 1-നെതിരെ 2 ഗോളുകൾക്കാണ് അൽ ഇത്തിഹാദയെ തകർത്തത്. സൗദി സൂപ്പർ കപ്പിന്റെ ആവേശോജ്വലമായ 1ാം സെമി ഫൈനലിലാണ് ഇന്ന് ഹോങ്കോങ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. സീസണിന് മുന്നോടിയായി നടന്ന സൗഹൃദ മത്സരങ്ങളിലെ ജയത്തിന്റെ ആത്മവിശ്വാസത്തോടെയായിരുന്നു റൊണാൾഡോയുടെയും കൂട്ടരുടെയും വരവ്. കളി തുടങ്ങി 10ാം മിനിറ്റിൽ തന്നെ സാദിയോ മാനെ അൽ ഇത്തിഹാദയുടെ വല കുലുക്കി. എന്നാൽ 16ാം മിനിറ്റിൽ സ്റ്റീഫൻ ബെർഗ്വിനിലൂടെ ഇത്തിഹാദ സമനില പിടിച്ചു. അതോടെ കളി ആവേശകരമായി. ഇത്തിഹാദയുടെ ഗോൾ കീപ്പറെ ഫൗൾ ചെയ്തതിന് 25ാം മിനിറ്റിൽ റെഡ് കാർഡ് വാങ്ങി മാനെ പുറത്തുപോവുകയും ചെയ്തതോടെ കളി നിർണായകമായി മാറി. 61ാം മിനിറ്റിൽ ജാവോ ഫ്ലിക്കിലൂടെ 2ാം ഗോളും കണ്ടെത്തിയതോടെ അൽ നസർ വിജയമുറപ്പിച്ചു. പന്തടക്കത്തിലും പാസിംഗുകളിലും അൽ ഇത്തിഹാദ് തന്നെയാണ് മുന്നിട്ട് നിന്നത്. പക്ഷേ അവസരങ്ങൾ വിനിയോഗിക്കുന്നതിൽ പിഴച്ചു. നാളെയാണ് 2ാം സെമി ഫൈനൽ. വിജയിക്കുന്നവർ അൽ നസറിനൊപ്പം ഓഗസ്റ്റ് 23 നടക്കുന്ന കലാശപ്പോരിൽ മാറ്റുരയ്ക്കും. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.